ജൂനിയർ NTR. ജൂനിയർ NTR ഒരു പടം ഞാൻ കണ്ടിട്ടില്ല, ഇൻക്ലൂഡിങ് RRR. ഐ എം വൺ ഓഫ് ദോസ് പീപ്പിൾ. ഞാൻ യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് അവന്റെ സിനിമ വെറുതെ ഇട്ട് കാണും, ഒന്നും മനസ്സിലാവില്ല. ഇല്ല, ഞാൻ അയാളെ ഒരു പടം കണ്ടിട്ടില്ല. നമുക്കപ്പം ഇതേ സിനിമ ഇറങ്ങി നമുക്ക് വീഡിയോ റിയാക്ഷൻ ചെയ്യാം. ലെറ്റ്സ് റിയാക്ട്. ചോര കടലിൽ ഫുള്ള് ചോര. ഓ നമ്മുടെ ചെറുക്കനല്ലേ, ഷൈൻടോമല്ലേ അത്? సముద్రం మీద ఒక దేవుడు ఉన్నాడు చాలు. కొండ మీద ఇంకో దేవుడిని తయారు చేస్తే అది మీకే మంచిది కాదు. పైగా ഭയങ്കര ഫാൻസ് ആണ്. ആള് ഇച്ചിരി സൈസ് വരുന്ന മനുഷ്യനാണെങ്കിലും നല്ല ഫാൻ. ഓ ഇത് ഭയങ്കര ലക്ഷ്മി మన అనుకునేవాళ్ళు ఎవరు మనోడు కాదు. സേഫലി കണ്ടു. సముద్రం ആയിരിക്കും അല്ലേ? ഇത് അക്വാമാൻ, പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ ഒക്കെ പോലെ ഉണ്ടല്ലോ. దేవుడు అడిగినాడంటే പോലത്തെ NTR, ജൂനിയർ NTR చెప్పినాడని പാർട്ട് 1 പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 2 ഉണ്ടാവും. ഇപ്പൊ മറ്റേ ബാഹുബലി ഇറങ്ങിയതിന് ശേഷം കുറേ ഒരു ഡാർക്ക് സീൻ വെച്ചിട്ട് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് വെച്ച് പാർട്ട് 1 പാർട്ട് 2 കുറേ പടങ്ങൾ ഇറങ്ങുന്നുണ്ട് എല്ലാം. പക്ഷെ അതിന് സമ്പാദിക്കണം കേട്ടോ അവരെ. നമ്മളെ SS രാജമൗലി അതുവരെയും പാർട്ട് 1 പാർട്ട് 2 ആയിട്ടില്ല, ഒരു പടമില്ല. ഒരു മൊത്തം വലിയ പടം തന്നെ 2 പാർട്ടായിട്ടുണ്ട് നിന്ന്. പൊന്നിയിൻ സെൽവൻ എടുക്കുന്ന സമയത്ത് അങ്ങനെയാണ് അവർ ചെയ്തത്. ബാഹുബലിയാണ് അതിന് ഇൻസ്പിറേഷൻ. പക്ഷെ ആക്ഷൻസ് പൊന്നിയിൻ സെൽവൻ അവരങ്ങനെ പാട്ട് ആക്കണമെന്ന് വിചാരിച്ചില്ല. അല്ലല്ല, പാർട്ട് 1, 2 എന്നായിട്ട് വെച്ചത് പടത്തിന്റെ ആക്ഷൻസ് കൊള്ളാട്ടോ. ആക്ഷൻസ് കൊള്ളാം, പക്ഷേ ഓവർ ഗ്രാഫിക്സ്, ആ ഷാർക്ക് വരുന്ന സീന്, പിന്നെ ഓവറായിട്ട് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ അത് തന്നെ കഥ ഏകദേശം അതിന്റെ പോലത്തെ ഉണ്ട്. ഇൻസ്പയർഡ് ഉണ്ട് ഇൻ ആൻ ഇന്ത്യൻ സെറ്റിംഗ്, സൗത്ത് ഇന്ത്യൻ സെറ്റിംഗ്, പിന്നെ തെലുങ്ക് സെറ്റിംഗ്. നമ്മൾ തെലുങ്കാണ് റിവ്യൂ ചെയ്തത്. കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും കണ്ടത് വെച്ചിട്ടാണ് നമ്മുടെ ഈ റിമാർക്സ്. അതെ. പൈററ്റ്സ് ഓഫ് കരീബിയൻ, അക്വാമാൻ, പൈററ്റ്സ് ഓഫ് കരീബിയൻ, അക്വാമാൻ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു തെലുങ്ക് സ്റ്റൈലിൽ നല്ല ആക്ഷൻ മൂവി ആയിരിക്കും. ബ്രദർഹുഡ്, അതിൽ ബ്രദർഹുഡ് ഉണ്ട്. സൈഫ് അലി ഖാൻ മറ്റേ ബ്രദർഹുഡ്, ബിട്രയൽ, അതൊക്കെ തന്നെയാണ്. ഇതായിരിക്കും പഴയ ബോംബ് കഥ. വിജയിക്കും. വിജയിക്കും. ഇതെങ്കിലും ഞാൻ പോയി തിയേറ്ററിൽ പോയി കാണാൻ വെച്ചാൽ NTR ഒരു പടം ഞാൻ കണ്ടിട്ടില്ലടാ. ഇത് നമുക്കന്ന് തിയേറ്ററിൽ പോയി തിയേറ്ററിൽ പോയി എന്നിട്ട് തിയേറ്ററിൽ ഇറങ്ങിയിട്ടുള്ള അടുത്ത നിർദ്ദേശം എങ്ങനെയാണ് NTRന്റെ ഇത് ജൂനിയർ NTRന്റെ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് അവന്റെ സിനിമാസ് കണ്ടിട്ടുള്ളതും നല്ല നല്ല ഈ പറഞ്ഞ കണക്ക് നല്ല ഭംഗിക്ക് ഓടാനൊക്കെ അറിയാൻ ഒരു വ്യക്തി. അല്ല, ഡാൻസ് ഇതൊക്കെ കണ്ടിട്ടുണ്ട്, പടങ്ങൾ കണ്ടിട്ടില്ല. ആക്ടിങ് അതായത് ഈ പടം കണ്ടിട്ട് നമുക്ക് ഇത് കാണുന്നതായിരിക്കും എന്റെ കന്യതാർത്ഥം. ജൂനിയർ NTRന്റെ അത് അങ്ങനെ കണ്ടതിന് ശേഷം പറഞ്ഞുതരാം എങ്ങനെ ജൂനിയർ NTR എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത്. ബൈ.